ഇപ്പോ അതുപോലൊരു അവസരമാ ദൈവം തിരിച്ചെനിക്ക് തന്നിരിക്കുന്നത്. ഓഹോ, അപ്പൊ നീ കണക്ക് തീർക്കാനാണല്ലേ എന്നെ കൊണ്ടുവരാൻ പറഞ്ഞത്? ഇളയമ്മയെ ഞാൻ കണ്ട നാൾ മുതൽ എന്നോട് ചെയ്തതിനെല്ലാം ഞാൻ ഇളയമ്മയോട് കണക്ക് തീർക്കാൻ പോയാൽ ഈ ജന്മം ചിലപ്പോൾ എനിക്ക് മതിയാകാതെ വരും. അതിനു മാത്രം ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? ഒന്നും ചെയ്തില്ലേ? ആദ്യം എന്റെ അച്ഛനിൽ നിന്നും നിങ്ങൾ എന്നെ അകറ്റിയില്ലേ? പിന്നെ എന്റെ അമ്മയുടെ ബന്ധുക്കളെയെല്ലാം നിങ്ങൾ ഓട്ടി ഓടിച്ചില്ലേ? ഒടുവിൽ എന്റെ അച്ഛനെ നിങ്ങൾ എന്നേക്കുമായിട്ട് സ്വന്തമാക്കിയില്ലേ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടിയിരുന്നത്? എട്ടും പൊട്ടും തിരിയാത്ത എന്റെ ഈ മോനെയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങണമായിരുന്നു. എന്റെ മോന്റെ അച്ഛനെ ഇവനൊരിക്കലും നഷ്ടപ്പെടരുതെന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. പക്ഷേ അവിടെ ഒരു മകളുടെ മനസ്സ് നിങ്ങൾ കാണാതെ പോയി. അവിടെയാ ഞാൻ ഒറ്റപ്പെട്ടു പോയത്. എന്ന് കരുതി നീ നശിച്ചൊന്നും പോയില്ലല്ലോ. നിനക്കും നല്ലൊരു ജീവിതം കിട്ടിയില്ലേ? പക്ഷെ ചതി പറ്റിയത് എനിക്കും എന്റെ ഈ മോനുമായിരുന്നു. ഒരല്പമെങ്കിലും നിന്റെ അച്ഛന് ഞങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ആ വസ്തു നിന്റെ പേരിൽ മാത്രം വാങ്ങില്ലായിരുന്നു. എനിക്കും എന്റെ മോനും കൂടി അവകാശപ്പെട്ട സ്വത്തായതുകൊണ്ട് തന്നെയാ ഇത്രയും കാലം ഞങ്ങളത് നിന്നെ അറിയിക്കാതിരുന്നത്. ഇപ്പോഴും അമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ലല്ലോ നിങ്ങൾ ഈ വസ്തുവിന്റെ വിവരം പുറത്തു പറഞ്ഞത്. അവിടെ ഹാർബർ വന്നതുകൊണ്ടല്ലേ? നിങ്ങൾക്ക് കിട്ടാത്ത സ്വത്ത് ആർക്കും കിട്ടണ്ടെന്ന് നിങ്ങൾ കരുതി. അത് അവിടെ കിടന്ന് നശിച്ചു പോട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു. എന്താ ശരിയല്ലേ? അന്ന് എന്റെ മക്കളുടെ അച്ഛൻ എന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ ഞാൻ കാണില്ലായിരുന്നു. അത്ര പെട്ടെന്നൊന്നും കഴിഞ്ഞതെല്ലാം മറക്കാൻ എനിക്കാകില്ല ഇളയമ്മേ. അത്രമാത്രം കണ്ണീരാ അന്ന് ഞാൻ കുടിച്ചിട്ടുള്ളത്. ചേച്ചി, ഈ കഥകളൊന്നും എനിക്കറിയില്ല. നിങ്ങൾ തമ്മിലുള്ള കുടുംബ വഴക്കിനിടയിൽ എന്റെ മോന്റെ ജീവിതം നശിപ്പിക്കരുത്. അവൻ ഭാനുവിനെ ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതൊക്കെ സത്യം തന്നെയാ. പക്ഷേ ഒടുവിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അവൻ കരുതിയിട്ടുണ്ടാവില്ല. ഇവിടെ ഇപ്പൊ സ്നേഹത്തിനും ഇഷ്ടത്തിനൊക്കെ 2-3 സ്ഥാനം ഉള്ളത്. സ്വത്തിനും പണത്തിനുമാണ് ഇവിടെ 1-ാം സ്ഥാനം. ഇങ്ങനൊരു സ്വത്തിന്റെ വിവരം മാന്യമായിട്ട് പറഞ്ഞിരുന്നെങ്കിലേ എത്ര നന്നായനെ. പരസ്പരം മനസ്സിലാക്കി എന്തൊക്കെ തീരുമാനം എടുക്കാമായിരുന്നു. അതെങ്ങനെ പറ്റും മോളെ? ഇവിടെ ശകുനിയുടെ മനസ്സുമായി ഇളയമ്മയല്ലേ ഇരിക്കുന്നത്. പ്രായം ഇത്രയുമായിട്ടും എന്നോടും എന്റെ മക്കളോടുമുള്ള പകയും ദേഷ്യവും മാറിയിട്ടില്ല എന്നുള്ളത്
നിങ്ങളുടെ മുഖത്ത് തന്നെ വായിച്ചെടുക്കാം. ജീവിതത്തിൽ ഒരിക്കലും ഞാനിനി നിങ്ങളെ കാണരുതേ എന്ന് ആഗ്രഹിച്ചവളാ. ഇന്ന് എന്റെ മോള് കാരണം എനിക്ക് നിങ്ങളെ കാണേണ്ടി വന്നു. ഇനിയും നിങ്ങൾ ഈ കളി അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇതുവരെ അനുഭവിച്ചതൊന്നും ആയിരിക്കില്ല ഇനി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. ഗായത്രി, നീ കരുതും പോലെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ വസ്തുവിന്റെ കാര്യം നിന്നെ അറിയിക്കാതിരുന്നു എന്നൊരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആ വിഷയം എനിക്കിനി കേൾക്കണ്ട. ഇത്രയും പ്രശ്നങ്ങളുടെ എല്ലാം കാരണം ആ വസ്തു തന്നെയാണല്ലോ. നിങ്ങൾ അന്നേ ഇതിനെക്കുറിച്ചൊരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എഴുതി തരുമായിരുന്നു. പക്ഷേ അന്ന് നിങ്ങൾക്കൊന്നും എന്നെ വിശ്വാസമില്ലാതായിപ്പോയി. ചേച്ചി, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി പഴയതൊക്കെ പറഞ്ഞ് എന്തിനാ നമ്മളമ്മ വഴക്കിടുന്നത്? ഈ പറഞ്ഞതൊക്കെ ഞങ്ങൾക്കും അറിയാത്ത കാര്യങ്ങളല്ലേ മാമ? അമ്മ പറഞ്ഞപ്പോഴല്ലേ ഞങ്ങളും അറിയുന്നത്. ഞാൻ അതിനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ മോളെ. പറയാൻ പോയാൽ ഇളയമ്മയ്ക്ക് മറുപടി പറയാൻ പറ്റിയെന്ന് വരില്ല. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി പറയാൻ പാടില്ലാത്തതെല്ലാം ഈ ഇളയമ്മ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. എന്താ ഇളയമ്മേ, ഇനിയും ഞാൻ പറയണോ? പറഞ്ഞോ ഗായത്രി, നീ എന്തു വേണമെങ്കിലും പറഞ്ഞോ. ഇപ്പൊ നീ എന്തു പറഞ്ഞാലും ഞാനത് കേൾക്കാൻ ബാധ്യസ്ഥയാ. ചേച്ചി, അമ്മ ഇത്രയും ക്ഷമയോടെ സംസാരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക. ഞാൻ ചേച്ചിയുടെ കാല് പിടിക്കാം. ഇനി ഓരോന്ന് പറഞ്ഞ് ഞങ്ങളെ വിഷമിപ്പിക്കാതെ ഞങ്ങളുടെ മോനെ വെറുതെ എവിടാന്ന് പറയേ. എനിക്കറിയാം, ഇപ്പോഴും നിങ്ങളുടെ ഒന്നും മനസ്സ് ശുദ്ധമല്ല എന്ന്. ചേച്ചി, നേരം വൈകും തോറും ആരെങ്കിലുമൊക്കെ അറിയും. അതവന്റെ ഭാവിയെ തന്നെ ബാധിക്കും. മോളെ, എന്നോട് ക്ഷമിക്കും മോളെ.